ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ലോഡഡ് ഫ്രൈസിന്റെ റെസിപ്പിയാണേ. അത് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം, നല്ല ക്രീമി ടെക്സ്ചറിൽ. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ഇത് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസിന്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കനിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറോ അതോ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഞാൻ ഇട്ടിട്ടില്ല, കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാഞ്ഞത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ പൊടി ഒരു 1.25 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കസ്തൂരി മെന്തിയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ഒറിഗാനോ, കസ്തൂരി മെന്തി ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിലോട്ട് നല്ലപോലെ മസാലയൊക്കെ പിടിക്കുവേ. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉരുളൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഉരുളക്കിഴങ്ങും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കറക്റ്റ് 1 മിനിറ്റാണ് ടൈം വരുന്നത്. ആ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇനി ചിക്കൻ പൊരിച്ചെടുക്കുക. നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ സൺഫ്ലവർ ഓയിൽ വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇപ്പം അതേ ഫ്രഞ്ച് ഫ്രൈസ് കറക്റ്റ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഞാൻ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഈ ഒരു പരുവനാകുമ്പോഴത്തേക്കും കോരിയെടുക്കണം. ഒത്തിരി ഇങ്ങനെ മുരിഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഇപ്പം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റോളം വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും, ഒന്നും കൂടി ക്രിസ്പി പോലെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഒട്ടും ക്ഷമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത്. അതിലോട്ട് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ 1.25 ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുത്തോ. എന്നിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വെള്ളം പാടില്ല. ഒന്നെങ്കിൽ ഒരു ടർക്കിയിൽ നല്ലപോലെ ഒപ്പിയെടുക്കണം കേട്ടോ. ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതേപോലെ കോൺഫ്ലോറോട് ഇട്ടതിന് ശേഷം ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ എടുക്കുക. ഇനി ആ ചിക്കൻ പൊരിച്ച അതേ എണ്ണയിലോട്ട് തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ഈ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഫ്രഷ് ക്രീം മൊത്തം ഇട്ട് കൊടുത്തപ്പോഴാണ് അതിൻ്റെ ഉപ്പൊന്ന് കുറഞ്ഞത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മാഗി ക്യൂബ് മതിയായേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ കിടന്ന് മുരിയനുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടുക. ഇതിൽ കാണിക്കാൻ മറന്നുപോയതാണ്, ഞാൻ കുറച്ച് പഞ്ചസാര, പൊടിക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്, 6 ഇഞ്ചിൻ്റെ ടിന്ന്. അതിലോട്ട് അടിയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. സോസ് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇച്ചിരി കൂടുതലായിപ്പോയി, ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എന്താ പക്ഷെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ചിക്കൻ കറിയിൽ ഉണ്ടാക്കുമ്പോൾ ഇടാലോ എന്ന് ഓർത്ത് ഞാൻ. ദൈന് ചിക്കൻ പൊരിച്ചതും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയും കൂടി കുറച്ചും കൂടി സോസ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് ഞാൻ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലോട്ട് മൊസറല്ല ചീസ് ചീകിയിട്ട് കൊടുക്കാം. ഞാൻ ചീകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സോ അതോ കുരുമുളക് പൊടിയോ
എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഞാൻ തൂക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. ചീസ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ എടുത്ത് കഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവണിൽ വെച്ച് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, നല്ല ക്രീമി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കണേ. അടിപൊളിയാണ്. ഞാൻ അതേ ലാമിക്ക് കൊടുക്കുവാണ്. ലാമി മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് അടുക്കളയിൽ നിന്ന് പോയിട്ടില്ല, പുറകിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ലാമിക്ക് അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.